ഹായ് ഓൾ. അപ്പോൾ IPL അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ ടീം പ്ലേ ഓഫ് കളിക്കും എന്നതിനെപ്പറ്റി നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരം കൊണ്ട് നമുക്ക് അതായത് നമ്മുടെ പഞ്ചാബും സൺറൈസേഴ്സും തമ്മിലുള്ള മത്സരം കൊണ്ട് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഏത് ടീം വരുന്ന ഒരു പ്രതീക്ഷയും നമുക്കില്ല. കാരണം എല്ലാവരെയും പോലെ ഞാനും പ്രതീക്ഷിച്ചിരുന്നത് ഒരു IPL പകുതി ആകുമ്പോഴത്തേക്ക് പഞ്ചാബ് ഒരു 10 മാച്ച് ജയിച്ചിട്ട് 20 പോയിന്റോടെ ആദ്യമേ പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതാണ് വിചാരിച്ചത്. അവരുടെ ആദ്യത്തെ ഒരു 5-6 മത്സരങ്ങൾ അതുപോലെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ 3 മാച്ചസും പഞ്ചാബ് പരാജയമായിരുന്നു. 3 മത്സരം അടുപ്പിച്ച് പഞ്ചാബ് പരാജയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ RCBയുടെ ലാസ്റ്റ് മാച്ച് RCB പരാജയപ്പെട്ടു. അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ കഴിഞ്ഞ 3 മത്സരങ്ങൾ 2 മത്സരങ്ങളും പരാജയപ്പെടുകയുണ്ടായി. പിന്നെ ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ 2-3 മത്സരങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് പോയിന്റ് മെച്ചപ്പെടുത്തി കുറച്ചുകൂടെ ഇതായിട്ട് കളിച്ചത് GT ആണ്. GT കഴിഞ്ഞ 3 മത്സരങ്ങളും ജയിച്ചു. കഴിഞ്ഞ 3 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 5th പൊസിഷനിലാണ് GT. 12 പോയിന്റോടെ തന്നെയാണ്. റൺ റേറ്റ് മാത്രമാണ് കുറച്ച് കുറവുള്ളത് കൊണ്ടാണ് ടീം 4th പോകാത്തത്. അതുപോലെ തന്നെ ചെന്നൈ കഴിഞ്ഞ 3 മത്സരങ്ങൾ 2 മത്സരങ്ങൾ ജയിച്ച് 6th പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടീമിന് അതുപോലെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെന്നൈയുടെ സാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത 4 മത്സരങ്ങളിൽ 3 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. അപ്പോൾ 16 പോയിന്റോടെ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റും. അതിൽ 2 മത്സരങ്ങൾ LSG ആയിട്ടാണ്. ലക്നൌവിൻ്റെ നമുക്കറിയാം 10ാം സ്ഥാനത്താണ് LSG. അപ്പം LSGയുടെ 2 മത്സരങ്ങളും അതുപോലെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ മാച്ച് വരാൻ പോകുന്നത് GTയും ചെന്നൈയും തമ്മിലുള്ള മത്സരം. അത് കഴിഞ്ഞ് വരുന്നു. അതിൽ ആര് ജയിക്കുന്നോ അവരായിരിക്കും എന്തായാലും പ്ലേ ഓഫിലേക്ക് കടക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു മാച്ചായിരിക്കും ക്രൂഷ്യൽ മാച്ച്. ചെന്നൈയും GTയും തമ്മിലുള്ള മത്സരമായിരിക്കും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. അതിൽ ചെന്നൈ ജയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പ്ലേ ഓഫ് കളിക്കാൻ പറ്റും. LSG ആയിട്ടുള്ള മത്സരം ജയിക്കുന്നതിനാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം LSG ഇപ്പോൾ 10th പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കയറി വരുമെന്ന് തോന്നുന്നു. അതുപോലെ ചെന്നൈയുടെ ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ നമുക്ക് നൽകുന്ന പ്രതീക്ഷ വളരെയധികം വലുതാണ്. കാരണം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് പോലെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കുറച്ച് നെഗറ്റീവായിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസൈൻ വന്നതിന് ശേഷം കഴിഞ്ഞ മാച്ച് നമുക്ക് ഡൽഹിയായിട്ടുള്ള മാച്ച് കണ്ടറിയാം. പവർ പ്ലേയിൽ 3 ഓവറിൽ 15 റൺസ് മാത്രമാണ് പുള്ളി വിട്ടുകൊടുത്തത്. അപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നുണ്ട്, നല്ല രീതിയിൽ മാറുന്നുണ്ട്. പിന്നെ ഓവർട്ടൺ ആയാലും ശരി, നൂറായാലും ശരി, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് വരുന്നത്. സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ചെന്നൈ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഇത് മാത്രം. കാരണം ചെന്നൈ ജയിച്ച 5 മാച്ചിൽ 4 മാച്ചും സഞ്ജു 40+ എടുത്ത മാച്ചുകളാണ്. അപ്പോൾ സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്, അതുപോലെ തന്നെ നെഗറ്റീവാണ്. കാരണം സഞ്ജു കളിച്ചാൽ ഓക്കെയാണ് പ്ലേ ഓഫ് ഉറപ്പിക്കാം. പക്ഷേ ഒരു മാച്ച് സഞ്ജു കളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഋതുരാജിനെ നമുക്കിപ്പോൾ നമ്പാൻ പറ്റാത്തൊരു ഇതാണ്. ഒരു മാച്ച് മാത്രമാണ് ഋതുരാജിനെ നല്ലൊരു പ്രകടനം വന്നത്. പക്ഷെ കഴിഞ്ഞ കളി നമുക്കറിയാം 13 ബോളിലാണ് 6 റൺസ് എടുത്തത്. ടെസ്റ്റ് കളിക്കുന്നത് ജാഫർ പോലും ഇങ്ങനെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി തുഴയാണ് പുള്ളി തുഴയുന്നത്. അതൊരു പവർ പ്ലേ വന്നിട്ടാണ് ഇത് ചെയ്യുന്നതെന്നോട് ആലോചിക്കണം. പിന്നെ നമുക്ക് മാത്രയ്ക്ക് വരാൻ വന്ന ഉറുൽ പട്ടേലും നല്ല പ്ലെയറാണ്. 10 ബോളെ കളിക്കുന്നുണ്ടെങ്കിൽ 25 റൺസാണ് പുള്ളി സ്കോർ ചെയ്യും. പക്ഷേ ആ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു ലോങ് ഇന്നിങ്സ് കൂടെ വന്നു കഴിഞ്ഞാൽ ചെന്നൈ എന്തായാലും ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 200+ എന്തായാലും അടുത്ത മാച്ചസ് എല്ലാം കയറുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പിന്നെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കാർത്തിക് ശർമ്മ ആയാലും ശരി, പുള്ളി സ്റ്റാൻഡ് ചെയ്ത് ബാറ്റ് ചെയ്യുന്നുണ്ട്. വിക്കറ്റ് പോകാതെ, ഇപ്പോൾ കഴിഞ്ഞ കളിയായാലും സഞ്ജുവിനൊപ്പം വിക്കറ്റ് പോകാതെ നിന്ന് പുള്ളിയും സ്കോർ ഉയർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ്. പുള്ളിയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഓവർട്ടണെ പോലുള്ളൊരു ഒരാൾ മിസ്സായിപ്പോയി കുറേ ആൾക്കാരുടെ പകരക്കാരെ കിട്ടിയിട്ടുണ്ട്. അതായത് ബ്രാവോയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ഓവർട്ടൺ ഉണ്ട്, ജഡേജയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ഹോസൈൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഒരു ടീം സ്പിരിറ്റോടെ കളിക്കുന്ന ചെന്നൈ നമ്മൾ കഴിഞ്ഞ 2 മാച്ചായിട്ട് കാണുന്നുണ്ട്. അതിലൊരു നെഗറ്റീവ് ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. ക്യാപ്റ്റൻ്റെ ബാറ്റിംഗ് കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് സഞ്ജു പറഞ്ഞ അടിക്കറം തൂക്കറം കപ്പ് തൂക്കാം. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഒരു ചെന്നൈ ഫാൻ എന്ന രീതിയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. PF കളിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കളിക്കണം, കപ്പടിക്കണം.